ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ലീവ്സ് കേരള. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഒഴിച്ചുകറിയാണ്. മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ള ഒരു മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, മഞ്ഞൾ, ഉപ്പ്, വെള്ളത്തിൻ്റെ അളവ് ഞാനത് വയ്ക്കുമ്പോൾ പറയാം. അതുപോലെ നമുക്ക് മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിടാം, ഉപ്പ് ആവശ്യത്തിന്. ഇതിന് ഈ മുരിങ്ങയ്ക്ക തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്ത് അരപ്പ് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും ഒരു ചെറിയ പീസ് സവാള ഇടാം. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ ഒരു 4-5 ഇടാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ജീരകമാണ്, സാധാ ജീരകം എന്ന് പറയുന്ന ജീരകം. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് തൈരും ചേർക്കേണ്ടതായിട്ടുണ്ട്, തൈരും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുരിങ്ങയ്ക്ക വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മുരിങ്ങയ്ക്ക ചെറുതായിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ എടുത്ത് വെച്ചിരുന്ന 3 പച്ചമുളകാണ്, അതൊന്ന് നടുക്കൂടെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേവിക്കാം. ഇപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അവസാനം കുറച്ച് വെള്ളത്തോടു കൂടി വേണം ഇത് എടുക്കാൻ, മുരിങ്ങയ്ക്ക വെന്ത് കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. അടച്ചു വെച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിനി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. വെന്തങ്ങ് അടർന്നു പോവണ്ട, നന്നായിട്ട് വെന്താൽ മാത്രം മതി. ഇതിന് അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയും എടുത്ത് വെച്ചിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, അരയ്ക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ അതിലോട്ട് കുറച്ച് തൈരും ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കടുക് താളിച്ചാൽ മതി. ഇപ്പം ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് ഒന്ന് തിള വന്നിട്ടുണ്ട്. അത് മതി, ഒന്ന് ഇളക്കിയിട്ട് നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അപ്പം കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് താഴെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ഒരു നല്ല മോരുകറി, മുരിങ്ങ ഇട്ട് വെച്ച നല്ലൊരു മോരുകറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
Please like, share and subscribe our channel. Thank you.